കൊച്ചി വാട്ടർ മെട്രോ വളരെയധികം ആകർഷകവും മനോഹരവുമായ ഒരു യാത്രാ സംവിധാനമാണ്. ജലഗതാഗതം വളരെ ആസ്വദിച്ച് യാത്ര ചെയ്യാവുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും കൊച്ചി മെട്രോയിൽ ഒരുക്കിയിട്ടുണ്ട്. എയർ കണ്ടീഷൻ ചെയ്ത അത്യാധുനിക ബോട്ടുകളും അതുപോലെ തന്നെ വൈദ്യുതി ഉപയോഗിച്ചുള്ള ബോട്ടുമാണ്. അതിൻ്റെ ഓഫീസുകളും എല്ലാം തന്നെ നമുക്കുള്ള എല്ലാ സൗകര്യങ്ങളും വളരെയധികം ആസ്വാദ്യകരവും നമുക്ക് പിന്നെയും പോകാനുള്ള ഒരു മാനസികാവസ്ഥ ഉളവാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ട്. വളരെയധികം നല്ല ഒരു യാത്രാ സംവിധാനമാണ് കൊച്ചി മെട്രോ. കൊച്ചി മെട്രോയിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ, വാട്ടർ മെട്രോയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വൈപ്പിൻ, ചിറ്റൂര്, ഫോർട്ട് കൊച്ചി, കാക്കനാട് ഇങ്ങനെ പല ഭാഗങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഈ യാത്രയിൽ നമുക്ക് ആ യാത്ര ഒരു ആസ്വാദ്യതകരമാണ്. കാരണം ധാരാളം കടൽ കാഴ്ചകളും ധാരാളം വികസന പ്രവർത്തനങ്ങളും നമ്മുടെ കൺമുമ്പിൽ കാണുവാനും, ദുബായ് പോർട്ട്, അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, അതുപോലെ തന്നെ ധാരാളം നമുക്ക് അതുവഴി കാഴ്ചകൾ കാണാനും മനസ്സിന് സന്തോഷവും ഉന്മേഷവും ഉത്സാഹവും കിട്ടുന്ന ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ടും വളരെ നല്ലൊരു യാത്രയാണ്. വളരെ കുറച്ച് ചിലവേ അതിന് വരുന്നുള്ളൂ. അതായത് ഫോർട്ട് കൊച്ചി പോവുകയാണെങ്കിൽ 30 രൂപയുള്ളൂ, വൈപ്പിനിൽ പോവുകയാണെങ്കിൽ 30 രൂപയുള്ളൂ, അതുപോലെ ചിറ്റൂര് പോവുകയാണെങ്കിൽ 40 രൂപ. അങ്ങനെ വളരെ കുറഞ്ഞ ഒരു നിരക്കിൽ നമുക്ക് വളരെയധികം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു യാത്രാ സംവിധാനമാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇന്ത്യയിൽ തന്നെ ആദ്യ സംരംഭമാണ്. പോയ ഒരാളെ സംബന്ധിച്ച് വീണ്ടും പോകാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകാവുന്ന സാഹചര്യം അവിടെയുണ്ട്. ധാരാളം ടൂറിസ്റ്റുകളും വന്ന് പോകുന്നുണ്ട്. കുട്ടികളും കുടുംബസമേതമൊക്കെ വന്ന് ഈ യാത്ര ആസ്വദിച്ചു പോകുന്നത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും. വളരെയധികം മനോഹരമാണ്. ഈ യാത്രയിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അതോടൊപ്പം തന്നെ ഈ യാത്രയിൽ വഴി കിട്ടുന്ന ഊർജം നമ്മെ സംബന്ധിച്ച് വളരെയധികം ഗുണകരമാണ്. നമ്മളെ ജോലിയിൽ നിന്നുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള അതുപോലെ തന്നെയുള്ള മറ്റുള്ള ബിസിനസ്സിൻ്റെ കാര്യങ്ങളിലുള്ള അല്ലെങ്കിൽ പ്രൊഫഷണലുള്ള തിരക്കുകളുടെയും ഹറിബറി എല്ലാം മനസ്സിന് വരുത്തി വയ്ക്കുന്ന മാനസിക സംഘർഷങ്ങളും കാര്യങ്ങളിൽ നിന്നും ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം ഒഴിവായി നമ്മുടെ അടുത്ത് ഈ വക യാത്ര ആസ്വദിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിന് വളരെയധികം ഉല്ലാസവും ഉന്മേഷവും ഊർജവും കിട്ടാവുന്ന ഒരു യാത്രയാണ്. എന്തുകൊണ്ടും ഈ കൊച്ചിയിൽ ഇത് വന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷിക്കാവുന്ന ഒരു സാഹചര്യമാണ്. ഇത് നമുക്ക് ചെന്ന് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ സൗകര്യങ്ങളും അവിടെയുള്ള സ്റ്റാഫിൻ്റെ നമ്മളോടുള്ള അതിഥി പോലെയുള്ള സ്വീകരണവും അതുപോലെ തന്നെ അവിടുത്തെ വൃത്തിയും അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളും വളരെയധികം നല്ലൊരു സാഹചര്യമാണ്. അതുപോലെ തന്നെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം പ്രാധാന്യം അവർ നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും നമുക്കൊരു അപകടം സംഭവിക്കാനായിട്ടുള്ള സുരക്ഷാ വീഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. നമുക്ക് റൂമിൽ കൂടി നടന്നു പോകുന്ന അതേ ഫീലിംഗാണ്. അതായത് ഒരു ബോട്ടിൽ നിന്ന് മറ്റേ ബോട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് വരുന്ന ഗ്യാപ്പിലെങ്ങാനും കാല് തെറ്റിക്കഴിഞ്ഞാൽ നേരെ കായലിലേക്ക് വീഴുന്ന ആ വക യാതൊരു പ്രശ്നമില്ല. വളരെയധികം അതിനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. എത്ര പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചും സ്വന്തം റൂമിൽ കൂടി പോകാവുന്ന ഫീലിങ്ങിൽ പോകാവുന്നത്. അത്രയും നല്ല കാര്യക്ഷമമായ ഒരു സംവിധാനമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. വളരെയധികം നല്ല കാര്യം. നമുക്ക് വരുമാനമുള്ള സമയത്ത് നമ്മൾ ഒരു മുൻകരുതൽ എന്ന നിലയിൽ നീക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഏത് പ്രായത്തിൽ വേണമെങ്കിലും നമുക്ക് ഉല്ലാസത്തോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പഠിച്ച് ഒരു ജോലി വാങ്ങിച്ചു, നമുക്കൊരു വരുമാനമായി. അപ്പോൾ ആ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം നമ്മളൊരു മുൻകരുതൽ, ഒരു റിസർവേഷൻ, ഒരു സമ്പാദ്യം എന്ന രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് വരുമാനം കുറയുകയോ വരുമാനം ഇല്ലാത്ത സാഹചര്യമോ വരികയാണെങ്കിൽ
നമുക്ക് ഈ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ജീവിതകാലം മുഴുവൻ ആസ്വദിച്ച് ജീവിക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിടെ കാലവർഷം, നല്ല കാലത്ത് മഴ പെയ്തു കണ്ടമാനം വെള്ളം മലയിൽ നിന്ന് വരുന്നു. ഇത് മുഴുവൻ കടലിലേക്ക് പോകുന്നു. പോണ വഴി മറ്റുള്ള ആളുകൾക്കൊക്കെ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങൾ ധാരാളം, നമ്മുടെ കൃഷിനാശങ്ങളെല്ലാം വരുത്തി വെച്ചിട്ട് വെള്ളപ്പൊക്കം വന്ന് നമ്മളെ സംബന്ധിച്ച് ഭയങ്കരമായ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെയുള്ള നാശനഷ്ടങ്ങളൊക്കെ വരുത്തി വെച്ചിട്ടാണ് ഈ മലവെള്ളം പോകുന്നത്. അതേസമയം മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ച് വളരെയധികം ആസൂത്രിതമായി തടയണകൾ, ഡാമുകൾ പണിത് വർഷകാലത്ത് വരുന്ന വെള്ളം സംഭരിച്ച് അത് വേനൽക്കാലത്ത് ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മൾ ആ വെള്ളം സംഭരിക്കുമ്പോൾ നമുക്ക് വെള്ളപ്പൊക്കം ഒഴിവായി കിട്ടുന്നു, അതുപോലെ കൃഷിനാശം ഒഴിവായി കിട്ടുന്നു, വെള്ളം മൂലമുള്ള നമുക്കുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവായി കിട്ടുന്നു. അതേസമയം നമുക്ക് വേനൽക്കാലത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ട് ഉള്ള സമയത്ത് നമുക്ക് ഈ ഡാമിലെ വെള്ളം തുറന്ന് കൃഷിക്ക് ഉപയോഗിക്കാനും കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാനും എല്ലാ തരത്തിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മെ സംബന്ധിച്ച് വേനലും വർഷവും നമ്മളെ സംബന്ധിച്ച് ഒരുപോലെ പോകുന്നു. അപ്പോൾ ഒരു വർഷത്തിൽ നമുക്ക് വേനൽ വന്നാലും നമ്മളെ സംബന്ധിച്ച് വരൾച്ച, കുടിവെള്ള പ്രശ്നങ്ങളോ കൃഷിനാശമൊന്നും സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ വർഷകാലം വന്നു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം മൂലമുള്ള വെള്ളത്തിൻ്റെ അതിപ്രസരം മൂലം നമുക്ക് കൃഷിനാശം, അതുപോലെ തന്നെ വീടുകളെല്ലാം നശിച്ചു പോകൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊരു നമ്മൾ ഒരു ബാലൻസ് ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുമാനം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്നൊരു പോർഷൻ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാർദ്ധക്യകാലത്ത് അടിച്ചു പൊളിച്ച് ആഘോഷമായി ജീവിക്കാനും, അതുപോലെ തന്നെ നമ്മുടെ വരുമാനത്തിൽ ഒരു കുറവ് വരുന്ന ഏതെങ്കിലും സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചത് പരിഹരിക്കാനും, അതുപോലെ തന്നെ നമുക്ക് ദൈനംദിന വരുമാനം റെഗുലറായി കിട്ടിയിരിക്കുന്ന വരുമാനത്തിന് പുറമെ നമുക്കൊരു വരുമാനം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് ഉല്ലാസപരമായിട്ട് ആഘോഷിക്കാനും സന്തോഷമായി ഉപയോഗിക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കിട്ടുന്ന വരുമാനം ഒരു സമ്പാദ്യം, ഒരു നീക്കിയിരിപ്പ് നടത്തുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് ജീവിതത്തിൽ ഒരേ ബാലൻസിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഒരേ ലൈഫ് എല്ലാ സമയത്തും സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ ഒരേ ബാലൻസ് ചെയ്ത് സംതൃപ്തമായൊരു ലൈഫ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ട കാര്യം സുരക്ഷിതമായ നിക്ഷേപങ്ങളാണ്. നമ്മൾ പണം നിക്ഷേപിക്കുന്നു. ഇന്നിപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് ദൈനംദിനം പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് പേപ്പറും ചാനലുകളിലും നമുക്ക് വാട്സാപ്പുകളിലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അവിടെ കോപ്പറേറ്റീവ് ബാങ്ക് പൊളിഞ്ഞു, ഇവിടെ നിധി പൊളിഞ്ഞു, ഇവിടെ നിക്ഷേപം വരെ പറ്റിച്ചു കൊണ്ടുപോയി, അല്ലെങ്കിൽ അവിടെ സാമ്പത്തിക നഷ്ടം. എങ്ങനെ ദൈനംദിനം സാമ്പത്തിക തട്ടിപ്പിൻ്റെ വാർത്തയാണ് നമ്മൾ എന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഇങ്ങനെ വരാൻ കാരണം, നമ്മളൊരു നിക്ഷേപം നടത്തുമ്പോൾ ആ പണത്തിൻ്റെ സുരക്ഷിതത്വവും ആ പണത്തിന് നമുക്ക് കിട്ടുന്ന സെക്യൂരിറ്റി ഏതെല്ലാം തരത്തിലാണ്, ഏതെല്ലാം സെക്യൂരിറ്റി മാനദണ്ഡങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് അന്വേഷിക്കാണ്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് റെഗുലറായിട്ട് ഒരു വരുമാനം നമുക്ക് എല്ലാ വർഷവും വേണം. അതല്ലെങ്കിൽ നമ്മുടെ നിക്ഷേപം ഒരു നിശ്ചിത കാലം വരെ നമുക്ക് അടച്ചിട്ട് അത് നമുക്ക് ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ ഒന്നിച്ച് കിട്ടണം. നമ്മൾ അടച്ച പൈസയും അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളോടും തിരിച്ചു കിട്ടണം. അപ്പോൾ അതിന് സുരക്ഷിതമായ ഒരു സ്ഥാപനം ഏതാ എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ട് ആലോചിക്കും. നമ്മൾ അവിടെ സുരക്ഷിതമായ സ്ഥാപനം നോക്കേണ്ടത് ആ സ്ഥാപനത്തിലെ ജോലിക്കാരോ അല്ലെങ്കിൽ അതിന് നിക്ഷേപം സ്വീകരിക്കുന്ന സ്റ്റാഫോ അല്ലെങ്കിൽ ഏജൻറ്റുമാരോ ഒന്നുമല്ല. സ്ഥാപനത്തിൻ്റെ സുരക്ഷിതത്വമാണ് നമ്മൾ ആത്യന്തികമായി നോക്കേണ്ടത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ പ്രാധാന്യം ഇരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ അവിടെ ഇരിക്കുന്ന മാനേജർ സുഹൃത്താണ്, അങ്ങേര് വളരെയധികം സ്നേഹപ്രകടനം നടത്തി, നമ്മളെ വളരെയധികം സ്വീകരിച്ചു, നമുക്ക് അവിടെ നിക്ഷേപം നടത്തി. അതല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ സ്റ്റാഫ് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, അങ്ങേര് പല പ്രാവശ്യം വന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഏജൻറ്റ് നമ്മളെ പല പ്രാവശ്യം വന്ന് കണ്ടു, സംസാരിച്ചു, നമുക്ക് വേണ്ട എല്ലാ വാഗ്ദാനങ്ങളും ചെയ്തു. ഇതിലൊന്നുമല്ല കാര്യം ഇരിക്കുന്നത്. കാര്യം മുഖ്യമായിട്ടുള്ളത് ആ സ്ഥാപനത്തിൻ്റെ സുരക്ഷിതത്വമാണ്. അതിന് ഏതെല്ലാം തരത്തിലുള്ള സുരക്ഷിത മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നോക്കിയാണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത്. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സുരക്ഷിത മാനദണ്ഡങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിപൂർണ ഉടമയിലുള്ള ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ ചിലരൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇത് ഷെയർ വിറ്റുമല്ലോ, അപ്പോൾ അത് പ്രൈവറ്റായി പോയില്ലെന്ന്. അതായത്
50% കൂടുതൽ ഷെയർ ആരുടെ കയ്യിലിരിക്കുന്നോ അവരാണ് സ്ഥാപനത്തിൻ്റെ നിയന്ത്രണം നടത്താൻ സാധിക്കുക. ഇപ്പോൾ LICയുടെ ഏകദേശം 3.25% ഷെയർ മാത്രമേ വിറ്റിട്ടുള്ളൂ. അതേസമയം ഇവിടെയുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളും പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഷെയർ വളരെ വലിയ ശതമാനം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഷെയറുകൾ, ഇന്ത്യൻ ബാങ്ക്, അങ്ങനെ പല ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ പല ബാങ്കുകളുടെയും ഷെയർ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മേടിക്കാൻ കിട്ടും. നമ്മളത് പത്രത്തിലോ ചാനലുകളിലോ SBIയുടെ വില, അങ്ങനെ ഓരോ ബാങ്കിൻ്റെയും ഷെയറിൻ്റെ വില നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് അത് ഒന്നും പ്രൈവറ്റായിട്ട് പോയിട്ടില്ല. ആ സ്ഥാപനമൊക്കെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. 50% കൂടുതൽ ഷെയർ ആരുടെ കയ്യിലിരിക്കുന്നു അവരാണ് ആ സ്ഥാപനത്തിൻ്റെ നിയന്ത്രണം അവരുടെ കയ്യിലാണ്. അപ്പോൾ LICയുടെ 3.25% ഷെയറാണ് വിറ്റിരിക്കുന്നത്. അതുകൊണ്ട് അത് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലായിപ്പോയി എന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല. വാസ്തവത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ഇത് ഗുണം ചെയ്യുള്ളൂ. അത് കാലാന്തരത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ തരത്തിലുള്ള ഭയത്തിൻ്റെ ആവശ്യമില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 100% ഗ്യാരണ്ടിയുള്ള സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബ്യൂറോ ഓഫ് ഇന്ത്യ SEBIയുടെ നിയന്ത്രണം ഇതിനുണ്ട്. അതുപോലെ തന്നെ IRDAയുടെ നിയന്ത്രണമുണ്ട്. അപ്പോൾ എത്ര ഏജൻസികളാണ്? IRDAയുടെ നിയന്ത്രണമുണ്ട്, SEBIയുടെ നിയന്ത്രണമുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ്. പിന്നെ അതുകൂടാതെ ധാരാളം ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങും എക്സ്റ്റേണൽ ഓഡിറ്റിങ്ങും ഒക്കെ നടക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു വിഭാഗം ജീവനക്കാരോ ഏജൻറ്റുമാരോ അല്ലെങ്കിൽ ഉയർന്ന തസ്തികയിലിരിക്കുന്ന ആളുകളോ വിചാരിച്ചാൽ ഇവിടെ ഒരു അഴിമതി ചെയ്യാനോ അല്ലെങ്കിൽ പണാപകരണത്തിനുള്ള കാര്യങ്ങൾ ഒരുക്കാനോ ഒന്നും സാധിക്കില്ല. കാരണം അതിൻ്റെ ഭരണ സംവിധാനം അത്രയും സുരക്ഷിതമായി പോകുന്നതുകൊണ്ടാണ് ഈ വക പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ലാത്തത്. ഇപ്പോൾ 1956 തുടങ്ങി ഈ ഇന്നേ വരെ നഷ്ടത്തിലോടുന്ന ഒരു സംഭവം LICയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ലാഭത്തിൻ്റെ കണക്കുകൾ മാത്രമേ LICക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ ഒരു അഴിമതി നടന്നതായിട്ട് ഇത്രയും കാലം ഇത്രയും കോടിക്കണക്കിന് രൂപ ഉണ്ടായിട്ടും ഒരഴിമതി നടന്നതായിട്ട് ഇതേവരെ കേട്ടിട്ടില്ല. അതുപോലെ തന്നെ ഒരു കൈക്കൂലി കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ കാര്യസാധ്യത്തിന് അവിടെ നമുക്ക് ബുദ്ധിമുട്ട് വരെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ പോളിസി കാലാവധി പൂർത്തിയായിട്ട് പൈസ കിട്ടാനായിട്ട് LICയിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് കാലാവധി പറയുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും വളരെയധികം നമുക്ക് സുരക്ഷിതമായ ഒരു സ്ഥാപനമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതിനകത്ത് നമ്മൾ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ക്രമീകരിക്കാവുന്ന ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പോളിസി ചേരുമ്പോൾ നമുക്ക് എല്ലാ വർഷവും നമുക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ കിട്ടണം, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ കിട്ടണം, അല്ലെങ്കിൽ കൊല്ലത്തിലെ ഒരു പ്രാവശ്യം നമുക്ക് എല്ലാ കൊല്ലവും കിട്ടണമെന്ന് പറയുന്നത് അതിനുള്ള സ്കീമുണ്ട്. അല്ല നമ്മുടെ ഈ ചെറുപ്പപ്രായത്തിൽ ഇപ്പോൾ ഞാൻ 25 വയസ്സിൽ ജോലിക്ക് കയറി. എന്നെ സംബന്ധിച്ചിപ്പോൾ സമ്പാദിക്കാനുള്ള പ്രായമാണ്, വലിയ ബാധ്യതകൾ ചിലവുകളൊന്നുമില്ല. അതിൻ്റെ പേരിൽ എനിക്കിപ്പോൾ കൂടുതൽ സേവിങ്സ് കപ്പാസിറ്റി കൂടുതലുള്ള സമയമാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ പൈസയുടെ ആവശ്യമില്ല. എനിക്ക് ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ട് പൈസ മതി എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു 15 വർഷത്തെ പോളിസി എഴുതി കഴിഞ്ഞാൽ 15 വർഷം കഴിയുമ്പോൾ നമ്മൾ അടച്ചിരിക്കുന്ന ഇൻഷുറൻസ് തുകയും അതുപോലെ ബോണസ് എല്ലാ ആനുകൂല്യങ്ങളും കൂടി നമുക്ക് തിരിച്ചു കിട്ടും. അതങ്ങനെ പലതരത്തിലുള്ള സ്കീമുകളുണ്ട്. നമുക്ക് ഇപ്പോൾ തന്നെ പ്രതിമാസം കിട്ടണമെങ്കിൽ അങ്ങനെ കിട്ടും, 3 മാസം കൂടുമ്പോൾ വേണമെങ്കിൽ, അങ്ങനെ ഏത് തരത്തിലുള്ള നമുക്ക് അനുയോജ്യമായ പ്ലാനുകളുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അങ്ങനെ ധാരാളം ഇനിയുള്ള കാലം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും കൂടുതൽ പൈസ വരിക. സാധാരണ രീതിയിൽ പണ്ട് കാലത്ത് SLC വരെയും പഠിപ്പിക്കുക, അത് മാറി മിനിമം ഒരു ഗ്രാജുവേഷനെങ്കിലും പഠിപ്പിക്കുക എന്നുള്ള കാലഘട്ടത്തിലേക്ക് മാറി. ഇന്നിപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സ്പെഷ്യലൈസേഷൻ വന്നിരിക്കുകയാണ്. ഏത് മേഖലയായി കഴിഞ്ഞാലും അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്ത എക്സ്പെർട്ടുകൾക്കാണ് ജോലി സാധ്യതയുള്ളൂ. ഇപ്പോൾ പണ്ട് കാലത്ത് ഒരു MBBS പാസ്സായി കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു എന്നുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ MBBS മാത്രം കഴിഞ്ഞിട്ട് കാര്യമില്ല, MD കഴിഞ്ഞിട്ടും കാര്യമില്ല, DMI ഡോക്ടർ ഓഫ് മെഡിസിൻ ഇത് കഴിഞ്ഞാൽ അതിലും പിന്നെ ബ്രാഞ്ചുകൾ തിരിച്ച് ഏതെല്ലാം തരത്തിലുള്ള ബ്രാഞ്ചുകളുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ വരുന്നതിൻ്റെ അനുസരിച്ച് ഇന്ന് ഏത് പഠനത്തിനും അതിലകത്ത് സ്പെഷ്യലൈസ് ചെയ്യണം. അത് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ ജീവിത വിജയങ്ങൾ നല്ല ഉയർന്ന രീതിയിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ, ജീവിത വിജയങ്ങൾ നേടാനും സാധിക്കുകയുള്ളൂ.
അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു, ഇവിടുത്തെ പഠനത്തിൽ നല്ല നിലവാരമുള്ള നല്ലധികം പെരുമയുള്ള സ്ഥാപനങ്ങളായ IIT, NIT, ഐസർ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ധാരാളം നല്ല കോഴ്സുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. അവിടത്തെയൊക്കെ പഠിച്ച് പുറത്തിറങ്ങിയാൽ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ സുരക്ഷിതമായി എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ധാരാളം ഉണ്ട്. അവിടെയൊക്കെ പഠിക്കാൻ പോകണമെങ്കിൽ നമുക്ക് അതിനുള്ള കോഴ്സുകൾ ചേരുന്നതിന് നമുക്ക് അതിനുള്ള മുൻകരുതലുകൾ ധാരാളം എടുക്കണം. അതിനൊക്കെയുള്ള പ്രിപ്പറേഷൻ കോഴ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെയുള്ള എൻട്രൻസ് കാര്യങ്ങളിലൊക്കെ നമുക്ക് അതിനകത്ത് നേടാൻ സാധിക്കുകയുള്ളൂ. തന്നെയല്ല, ഇനി കാലാന്തരത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മെ സംബന്ധിച്ച് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പഠിച്ചു കഴിഞ്ഞാൽ കാര്യം അവസാനിച്ചു എന്നുള്ള കൺസെപ്റ്റൊക്കെ പോയി. ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ പഠിച്ചു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനായിട്ട് ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. ധാരാളം പേരവിടെ പോയി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഇനി പഠിച്ച് വന്നു കഴിയുമ്പോൾ നാട്ടിൽ ഒരു ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ വേക്കൻസി വരുമ്പോൾ അവർക്കായിരിക്കും മുൻഗണന കിട്ടുക. അപ്പോൾ പണ്ട് കാലത്ത് ഒരു വീട്ടിൽ 5, 8, 10 മക്കളൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ ഈ ഇതേപോലെയുള്ള പഠനത്തിനൊന്നും സൗകര്യമില്ല, അതിനുള്ള സംവിധാനവും ഇല്ല. ഇന്ന് അതല്ല, 1, 2 കുട്ടികളുണ്ട്. അവരെ സംബന്ധിച്ച് ഈ തരത്തിലുള്ള പഠനാവശ്യത്തിന് ധാരാളം ആളുകൾ വിടുകയാണ്. ആ കുട്ടികൾക്ക് ഇനിയുള്ള കാലം കൊടുക്കുന്നത് ആരോഗ്യം, വിദ്യാഭ്യാസമാണ്. സ്വത്ത് സമ്പാദിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അത് അവർ സമ്പാദിച്ചോളൂ. അപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യുക. കുട്ടികൾക്ക് നല്ല ആരോഗ്യം, പരമാവധി വിദ്യാഭ്യാസവും നമുക്ക് കൊടുക്കുക. അതവർക്ക് പിന്നീട് നേടാൻ പറ്റില്ല. ആരോഗ്യം ചെറുപ്പപ്രായത്തിൽ കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ അത് പിന്നീട് നേടാൻ സാധിക്കില്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസം ചെറുപ്പത്തിൽ കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നേടാം, പക്ഷേ അതിനൊക്കെ വളരെയധികം പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് നല്ല ആരോഗ്യം, പരമാവധി വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല കോഴ്സുകൾ, ഞാൻ ഈ പറഞ്ഞ നല്ല കോഴ്സുകൾക്കൊക്കെ പോകണമെങ്കിൽ നല്ല പൈസയുടെ ചിലവ് വരും. അപ്പോൾ അതിനുള്ള നമ്മൾ മുൻകരുതൽ നേരത്തെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ, ഈ തരത്തിലുള്ള പ്ലാനുകളിലൊക്കെ നമ്മൾ ചേർന്ന് വയ്ക്കുകയാണെങ്കിൽ സുരക്ഷിതമായിട്ട് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് നമ്മുടെ മെമ്മറി ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ കാലം കഴിഞ്ഞ് നമ്മുടെ മക്കളുടെ കാലമൊക്കെ കഴിഞ്ഞാലും അവർക്ക് നമ്മുടെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എല്ലാ വർഷവും കിട്ടാവുന്ന സ്കീമുകളുണ്ട്. അത് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എല്ലാ വർഷവും കിട്ടാവുന്ന സ്കീമുണ്ട്. അങ്ങനെ ധാരാളം നമ്മുടെ മെമ്മറബിളായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ പേരക്കുട്ടിക്ക് ആ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഒരു ഉടുപ്പ് മേടിച്ചു കൊടുക്കണം. നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഉടുപ്പ് കൊടുക്കൽ അതിനുള്ള ഒന്നുമില്ല. പക്ഷേ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാലും തലമുറയായിട്ട് ആ കുട്ടിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആ ഡേറ്റ് കൃത്യമായി അതിനുള്ള പണം കിട്ടുന്ന സംവിധാനം നമ്മുടെ സ്കീമുകളിലുണ്ട്. അപ്പോൾ അതൊക്കെ ചെറിയ തുകയ്ക്ക് ചെയ്തു വെച്ചാൽ നമ്മുടെ സാമ്പത്തിക ഭദ്രത അനുസരിച്ചുള്ള തുകയ്ക്ക് നമ്മൾ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ പേരക്കുട്ടികളുടെ കാലത്ത് അവർ വാർദ്ധക്യത്തിൽ കഴിയുമ്പോൾ അവർക്ക് ഒരു ഓർമ്മ വരും. എൻ്റെ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ എൻ്റെ 2 വയസ്സായി കഴിഞ്ഞപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി തരുന്ന ഗിഫ്റ്റാണ് ഇത്. എനിക്ക് 100 വയസ്സ് വരെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു മെമ്മറബിൾ ഇൻഷുറൻസ് നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഒരു നല്ല കാര്യമാണ്. അപ്പോൾ അതിനുള്ള സ്കീമുകളൊക്കെ ഉണ്ട്. ധാരാളം സ്കീമുകൾ അത്തരത്തിലുള്ള നമുക്ക് ഉപകാരപ്രദമായ സ്കീമുകളുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി പരമാവധി നമ്മൾ സുരക്ഷിതമായ സംവിധാനങ്ങളിലൂടെ നമ്മുടെ വിലപ്പെട്ട പണം കൈകാര്യം ചെയ്യാനായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ നല്ല സ്കീമുകളൊക്കെ ഉണ്ട്. അതിന് ചേരുന്നതിന് വിളിക്കുക. എൻ്റെ പേര് PO ദേവസി, LICയുടെ ഏജൻറ്റ് കം ചീഫ് അഡ്വൈസർ. ഞാൻ 1979 മുതൽ LICയുടെ ഏജൻറ്റാണ്. അതോടൊപ്പം തന്നെ 2008 മുതൽ LICയുടെ ചീഫ് അഡ്വൈസറാണ്. അപ്പോൾ ഈ ചീഫ് അഡ്വൈസറായിട്ടും പ്രവർത്തിക്കുന്നു, ഏജൻറ്റായിട്ടും പ്രവർത്തിക്കുന്നു. രണ്ടും ഒരേ സമയം പ്രവർത്തിക്കുകയാണ്. അപ്പോൾ പോളിസി ചേരുന്നതിനും അതുമായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി വിളിക്കുക. അതുപോലെ തന്നെ ഏജൻസി എടുക്കുന്നതിന് വേണ്ടിയും വിളിക്കുക. PO ദേവസി. മൊബൈൽ നമ്പർ 94 46 21 50 19. എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ ചാനൽ കഴിയുന്നതും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഞാൻ ഓർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.